പരിശുദ്ധ കാതോലിക്ക ബാബ തിരുമേനി, ഈ ഇടവകയുടെ മെത്രാപ്പോലീത്ത കുര്യാക്കോസ് മാർ ക്ലീമീസ് മനസ്സുകൊണ്ട് ബഹുമാനപ്പെട്ട ശുഭാവന സംഭാഷൻ, സ്നേഹമുള്ള വൈദികരെ, വിശിഷ്ട അതിഥികളെ, വാത്സല്യമുള്ള ഏവരുമേ, ഈ ബലഹീനായ എന്നെ ഇത്ര വലിയൊരു ആദരവ് നൽകി സ്വീകരിച്ചതിൽ നിങ്ങളോടുള്ള നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. പ്രത്യേകിച്ച് എൻ്റെ ചെറുപ്പകാലത്ത് 4ലോ 5ലോ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ വയലത്തിൽ നിന്ന് കാൽനടയായി പദയാത്രയായി ഈ പള്ളിയിൽ വന്ന കാര്യം ഞാൻ ഓർക്കുന്നുണ്ട്. അതിനുശേഷം ചുരുക്കം ചില സന്ദർഭങ്ങളിൽ മാത്രമേ ഈ ഇടവകയിൽ വരുവാൻ ഇടയായിട്ടുള്ളൂ. നിങ്ങൾ തന്ന എല്ലാ സ്വീകരണത്തിനും പ്രത്യേകം ഉണ്ട്. നിങ്ങൾ തന്ന ക്യാഷ് അവാർഡ് ഞാൻ ആൻഡമാൻസിലേക്ക് രസീത് എഴുതി ബഹുമാനപ്പെട്ട ട്രസ്റ്റിയെ ഏൽപ്പിക്കുന്നു. അതുപോലെ ക്യാൻസർ ഫൗണ്ടേഷന് വേണ്ടി തന്ന രസീതും ഇപ്പോൾ ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. എനിക്ക് പ്രോസ്റ്റേറ്റ് ക്യാൻസർ ഉണ്ടായി എന്ന് ഡോക്ടേഴ്സ് പറഞ്ഞു. അപ്പോൾ എൻ്റെ ചികിത്സയ്ക്കുള്ള എല്ലാ ചെലവുകളും എൻ്റെ സ്നേഹിതന്മാർ വഹിച്ചു. ഒരു പൈസയും ഞാൻ കൊടുത്തില്ല. എന്നാൽ അതുകൊണ്ട് ക്യാൻസർ രോഗികൾക്ക് വേണ്ടി ഒരു ഫൗണ്ടേഷൻ ഉണ്ടാക്കി അതിന് എൻ്റെ സ്നേഹിതന്മാർ പലരും സംഭാവന തരുന്നുണ്ട്. ഇപ്പോൾ തന്ന ഒരു സംഭാവന അതുമാണ്. അതുകൊണ്ട് ക്യാൻസർ രോഗികൾക്ക് വേണ്ടിയുള്ള ആ ഫൗണ്ടേഷനും നടക്കുന്നു എന്ന് ഓർപ്പിക്കട്ടെ. പ്രിയമുള്ളവരെ, മനുഷ്യ ജീവിതത്തിൽ എളിയവരെ സ്നേഹിക്കുകയും സഹായിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് പ്രധാനമായ നമ്മുടെ ദൗത്യം. കർത്താവ് തൻ്റെ അരികിൽ വന്ന ആവശ്യക്കാരെ സഹായിച്ചുകൊണ്ടിരുന്നു. അത് സൗഖ്യം കൊണ്ടും ആഹാരം കൊണ്ടും ഉപദേശം കൊണ്ടും താൻ അത് ചെയ്തു. മനുഷ്യ ജീവിതത്തിൻ്റെ ശരീരത്തിൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റുമ്പോഴാണ് നാം കൂടുതൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലേക്ക് വരുന്നത്. കുഷ്ഠരോഗികളെയും യേശുവിനെയും സഹായിക്കണമെന്ന് എൻ്റെ ചെറുപ്പത്തിൽ ആഗ്രഹമുണ്ടായിരുന്നു. വന്യ ഒസ്താത്യ തിരുമനസുകൊണ്ട് അതൊക്കെയും അനുവദിച്ചു തന്നു. തിരുമനസുകൊണ്ട് മുൻപിൽ നിന്നു. ആ പ്രവർത്തനങ്ങൾ വളരെ ഭംഗിയായി നടക്കുന്നു. നാച്ചുറൽ കലാമിറ്റി ഉണ്ടായപ്പോൾ, പ്രകൃതിക്ഷോഭം ഉണ്ടായപ്പോൾ ആന്ധ്രയിലും ഒറീസയിലും ഉത്തരകാശിയിലും അതുപോലെ ഗുജറാത്തിലും ഒക്കെയും പോകാൻ സഭ ഈ പാവപ്പെട്ട തന്നെയാണ് ആക്കിയത്. ഈ പ്രവർത്തനമൊക്കെയും വിജയിച്ചത് എൻ്റെ മിടുക്കൊണ്ടല്ല, ബഹുമാനപ്പെട്ട സിൽവാനോസ് ഭാഷയെ പോലെ കുറേ ചെറുപ്പക്കാർ ഞങ്ങളുടെ കൂടെ ഉള്ളതുകൊണ്ടാണ്. റംബാച്ചൻ ആന്ധ്രയിലും പൂനായിലും കലവണ്ടിയിലും എല്ലാം എൻ്റെ കൂടെ പ്രവർത്തിച്ചു. അതുപോലെ ഒരു നല്ല ഒരു സമൂഹം കൂടെ ഉള്ളതുകൊണ്ടാണ് ഈ പ്രവർത്തനങ്ങൾ എല്ലാം നടക്കുന്നത്. ഇത് ഞങ്ങൾക്ക് വേണ്ടിയല്ല, സഭയ്ക്ക് വേണ്ടി ചെയ്യുന്നു. സഭ എളിയവരുടെ കണ്ണീരൊപ്പുന്നില്ലെങ്കിൽ സഭയ്ക്ക് ഒരു സാക്ഷ്യമില്ല. യേശുക്രിസ്തു മറ്റുള്ളവരുടെ വേദനയും പ്രയാസവും മനസ്സിലാക്കി അവരെ സഹായിച്ചു. ഈ പ്രവർത്തനം തുടരാനാണ് കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ ആക്കിയത്. അത് നാം തുടരുമെന്ന് ഓർപ്പിക്കുന്നു. ഇത്ര വലിയ ആദരവ് എനിക്ക് തന്ന ഈ ഇടവകയുള്ള എൻ്റെ നന്ദി ഒരിക്കലും എനിക്ക് മറക്കുവാൻ കഴിയുകയില്ല. ഇതിന് പ്രവർത്തിച്ച ഭാരവാഹികളെയും ഇടവാംഗങ്ങളെയും പ്രത്യേകമായിട്ട് ഓർക്കുന്നു. ബഹുമാനപ്പെട്ട ഇടുക്കളച്ചനും അതുപോലെ സിൽവാനോസ് ബാച്ചനും എൻ്റെ സ്നേഹിതനെ അലക്സുമൊക്കെ ശ്രമിച്ചുകൊണ്ടായിരിക്കും ഇത് എനിക്ക് തന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായാലും എല്ലാവരുടെയും പ്രവർത്തനത്തിന് ദൈവം പ്രതിഫലം നൽകട്ടെ. പ്രിയമുള്ളവരെ, കലഹണ്ടിയെ സംബന്ധിച്ചൊരു വാക്ക് ഞാൻ നിങ്ങളോട് പറയുകയാണ്. കലഹണ്ടിയിൽ ഒരു വയലുള്ളപ്പോൾ 2 കൊച്ചു കാല് കണ്ടു. നോക്കിയപ്പോൾ ഒരു ശിശുവിൻ്റെതാണ്. കുറച്ചു കഴിഞ്ഞപ്പോൾ 2 കാലൂടെ കണ്ടു. 2 കുട്ടികളുടെ ശവം. അത് വന്ന് പോലീസ് നോക്കിയപ്പോൾ അടുത്തൊരു കിണറ്റിൽ 60 ശവം കിടക്കുന്നു. ആരുടെയാണ്? ജനിച്ച ഉടനെ ജീവനോടെ വലിച്ചെറിയപ്പെട്ട പെൺകുഞ്ഞുങ്ങൾ. ഈ പെൺകുഞ്ഞുങ്ങളെ കൊല ചെയ്യുന്നത്
കിരാതമായ സ്ഥലങ്ങളിലേക്കുമല്ല, ഈ ആർഷഭാരതത്തിലാണ്. അതുകൊണ്ട് അസാധ്യം വിചാരിച്ചു അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ നഷ്ടപ്പെടരുതെന്ന് അതിനുള്ള സംവിധാനം ഉണ്ടാക്കിയാണ്. പെൺകുട്ടികളെ വളർത്തുവാൻ തക്കവണ്ണം 10 ശിക്ഷേഷ് വന്നിട്ടുണ്ട്. അവർക്ക് കെട്ടിടം പണിയണം. ഒരു കെട്ടിടത്തിനുള്ള 14 ലക്ഷം രൂപ ഒരാൾ തന്നു കഴിഞ്ഞു. എനിക്ക് ഓർപ്പിക്കാനുള്ളതുകൊണ്ടായില്ല. ഈ ചന്തപ്പള്ളി പള്ളിയിൽ നിന്ന് കലഹണ്ടിയിലെ കുഞ്ഞുങ്ങളെ വളർത്തുവാനുള്ള ഒരു കെട്ടിടത്തിന്റെ പണം ഉണ്ടാക്കി തരണമെന്ന് ഞാൻ വിനീതമായി നിങ്ങളോട് അപേക്ഷിക്കുന്നു. അങ്ങനെയെങ്കിൽ ജീവനോടെ കുഴിക്കപ്പെടുന്ന അനേക പെൺകുഞ്ഞുങ്ങളെ നമുക്ക് ജീവൻ കൊടുത്ത് രക്ഷിക്കാൻ കഴിയും. ഈ ജീവിതം ഏറ്റവും ശ്രേഷ്ഠമാണ്. വന്യ തിരുമനസ്സുകൊണ്ട് കൽപ്പിച്ചു, നമ്മൾ ആർഭാടങ്ങൾക്കായി കിഴവെക്കുന്നതിന്റെ ഒരംശം നല്ല കാര്യത്തിൽ കൊടുക്കണമെന്നും കലഹണ്ടിയിലേക്ക് ഞങ്ങൾ സ്വീകരിക്കുന്നു. ഈ ചന്തപ്പള്ളിയുടെ നാമത്തിൽ ഒരു ചെറിയ കെട്ടിടം നിങ്ങളുടേതായിട്ട് കലഹണ്ടിയിൽ ഉണ്ടാക്കി തരണമെന്ന് ഓർപ്പിക്കുന്നു. നിങ്ങൾ തന്ന എല്ലാ ആദരവിനും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. ശിലാശയെ പോലെ ത്യാഗമുള്ള ആളുകളെ ഇനിയും ഈ ഇടവകയിൽ നിങ്ങൾ തരണം എന്ന് ഓർപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മോട് കൂടെയുണ്ട്. ഏത് കാര്യത്തിലും പ്രയാസമില്ല. ദൈവം നമ്മെ നടക്കും. ഞാൻ ഇന്നലെ പുതുപ്പാടിയിൽ നിന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് വരുമ്പോൾ എനിക്കൊരു ഫോൺ കോൾ കിട്ടി. കാറിൽ ഇരിക്കുമ്പോഴാണ് ഞാൻ എടുത്തത്. റംബാച്ച എന്ന ആഫ്രിക്കയ്ക്ക് പോകുന്നത്. ഞാൻ പറഞ്ഞത് തീരുമാനിച്ചില്ല, ആന്റെ മനസ്സിലെ കഴിഞ്ഞിട്ടേ പോകുന്നുള്ളൂ. ആഫ്രിക്കയ്ക്ക് ഒരു തുക ഞാൻ വാഗ്ദാനം ചെയ്തിരുന്നു. അത് ഞാൻ ചെക്കായിട്ട് പുതുപ്പാടിക്ക് അയക്കാം. എനിക്ക് വലിയ അതിശയം തോന്നി. നമ്മുടെ ആളുകൾക്ക് നല്ല കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുവാൻ സന്മനസ്സുണ്ട്. അത് മുതലെടുക്കുവാൻ തക്കവണ്ണം ഞങ്ങൾ വൈദികരും മേൽപ്പെട്ടക്കാരും ശ്രമിച്ചാൽ മാത്രം മതിയാവും. തിരുമനസ്സുകൊണ്ട് കൽപ്പിച്ചല്ലോ, ഈ ഭദ്രാസനത്തിൽ തുടങ്ങിയ പല കാര്യങ്ങളും മുട്ടില്ലാതെ നടക്കുന്നത് നിങ്ങൾ സഹായിക്കുന്നതുകൊണ്ടാണ്. അതുകൊണ്ട് ആഫ്രിക്ക ഒസ്താദ്യ സിനിമയോട് പറഞ്ഞ 3 കാര്യം ഗുജറാത്തിലും ആൻഡമാൻസിലും ആഫ്രിക്കയിലും പ്രവർത്തിക്കണമെന്നാണ്. ഞാൻ ശിരസ വഹിച്ചിട്ടുണ്ട്. ആൻഡമാൻസിലെ പ്രവർത്തനത്തിൽ അടുത്ത ആഴ്ച വസ്തു പിടിക്കാൻ പോകുകയാണ്. വരച്ചയോട്ടാക്കും. അതിനുശേഷം ആഫ്രിക്കയ്ക്ക് പോകും. ദൈവം അനുവദിച്ചാൽ ഈ മലങ്കര സഭയുടെ കൊമ്പുയരണം അത് കുറെ ആർഭാടങ്ങൾ കൊണ്ടല്ല, നേരെ മറിച്ച് എളിയവരുടെ കണ്ണീരൊപ്പിക്കൊണ്ട് ഈ സഭ സാക്ഷ്യം വഹിക്കുമ്പോൾ മാത്രമേ നമുക്ക് ഒരു സാക്ഷ്യമുള്ള സഭയായി തീരാൻ സാധിക്കുകയുള്ളൂ. 2000 കൊല്ലം പഴക്കമുള്ള ഈ സഭയ്ക്ക് ദൈവത്തിന്റെ സ്നേഹം പകരുവാൻ, ദൈവത്തിന്റെ കൃപ പകരുവാൻ, സഹായം പകരുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു. എനിക്ക് ആദരവുള്ള എല്ലാവരോടുമുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. നിങ്ങളെ ഓരോരുത്തരെയും ദൈവം തമ്പുരാൻ അധികമായി അനുഗ്രഹിക്കട്ടെ.